ഓണത്തിന് വാങ്ങിച്ച പഴക്കൊല്ല ആർക്കും വേണ്ടാണ്ട് നിൽക്കണുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചെടുത്ത് പഴംപൊരി ഉണ്ടാക്കിയ പിള്ളേരൊക്കെ കഴിച്ചോളുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പഴംപൊരിക്കായി മാറ്റി വെച്ചു. പിന്നെയും പഴം ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ പഴം ഹൽവ ഉണ്ടാക്കാൻ തോന്നി. അരിപ്പൊടിയും മൈദയും തുല്യ അളവിലെടുത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വെള്ളം ഒഴിച്ച് തിക്കായി കലക്കിയതിൽ മുക്കിയിട്ട് പഴം ഫ്രൈ ചെയ്തെടുത്തു. മുറിച്ച് വെച്ച ബാക്കി പഴം മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുത്തു. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് കുറച്ചുണ്ടായിരുന്നത് വറുത്തുകോരി അതേ പാനിലേക്ക് പഴം അരച്ചത് ചേർത്ത് തീ കൂട്ടി വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് കുറുകി വന്നപ്പോൾ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് ഇളക്കി ശർക്കര പാനിയും കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. മറ്റ് ഹൽവകൾ ഉണ്ടാക്കുന്നതിനേക്കാളും വേഗത്തിൽ നമുക്കിത് ഉറച്ചു കിട്ടും. നന്നായി കുറുകി പാനിൽ നിന്നും വിട്ടു വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും ചേർത്ത് ഇറക്കി വെച്ച് ഒരു പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടി അതിലൊഴിച്ച് ചൂട്ടോടെ തന്നെ പരത്തിയെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഓണത്തിന് വാങ്ങിയ പഴം കേടാക്കി കളയണ്ട. 30 മിനിറ്റ് മതി സൂപ്പർ ഹൽവ റെഡിയാക്കാൻ.